സമൂഹ മാധ്യമത്തിൽ ഒരു കുറിപ്പ് കണ്ടിരുന്നു. മോന്തായം വളഞ്ഞാൽ 64 വളയും, എങ്ങനെ, എന്തുകൊണ്ട്? ഈ തലക്കെട്ടിലാണ് തുടങ്ങുന്നത് തന്നെ. കേരള സമൂഹത്തിലെന്നല്ല, ഭാരതത്തിൽ തന്നെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ടിരുന്ന ക്രിസ്തീയ സഭയാണ് സീറോ മലബാർ സഭ. ആഗോള കത്തോലിക്ക സഭയിൽ അനന്യമായ സ്ഥാനമായിരുന്നു ഈ സഭയ്ക്ക് ഉണ്ടായിരുന്നത്. ഈ സഭയിലെ 35 രൂപതകളിൽ വിഭിന്നങ്ങളായ ആരാധനാക്രമം നിലനിന്നിരുന്നത് ഏകീകരണം എന്നുള്ള ഉത്തമ ലക്ഷ്യത്തോടെ പതിറ്റാണ്ടുകൾ നീണ്ട ചർച്ചകളിലൂടെയും ത്യാഗങ്ങളിലൂടെയും തിരുത്തലുകളിലൂടെയും പരിശുദ്ധ പിതാവിൻ്റെയും സഭാ നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും വെളിച്ചത്തിൽ എല്ലാവരും അംഗീകരിച്ച ഏകീകൃത കുർബാന രീതി നിലവിൽ വന്നു. 35 രൂപതകളും അംഗീകരിച്ച ഏകീകൃത ബലിയർപ്പണ രീതിക്ക് വിരുദ്ധമായി പൊടുന്നേനെ എറണാകുളം അതിരൂപതയിലെ ഒരു വിഭാഗം മെത്രാന്മാരും വൈദികരും കുറെ അൽമായരെ കൂട്ടി സഭാഗാത്രത്തിനെതിരെ തിരിഞ്ഞു. കുർബാന അർപ്പണ രീതി ആയിരുന്നില്ല അവരുടെ വിയോജിപ്പിന് പിന്നിൽ എന്നതും സുവ്യക്തമായിരുന്നു. ഏറ്റവും അധികം സമ്പത്തും സ്ഥാപനങ്ങളും വരുമാനവും ഈ രൂപതയ്ക്കാണ്. പതിറ്റാണ്ടുകളായി ഇത് നിയന്ത്രിക്കുകയും വരുമാന സ്രോതസ്സുകളെല്ലാം തോന്നിയ പോലെ ഇവരുടെ കുടുംബങ്ങളിലേക്കും വേണ്ടപ്പെട്ടവരിലേക്കും അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലേക്കും വഴി തിരിച്ചുവിടുകയായിരുന്നു ഇവർ. മാർ ജോർജ് ആലഞ്ചേരി പിതാവ് മേജർ ആർച്ച് ബിഷപ്പായി സ്ഥാനം ഏറ്റെടുക്കുകയും ഈ മെത്രാൻ വൈദിക അൽമായ അനാശാസ്യ കൂട്ടുകെട്ടിനൊപ്പം അദ്ദേഹം ഉണ്ടാവില്ല എന്നുള്ള ബോധ്യമാവുകയും ചെയ്തപ്പോൾ കുർബാന വിഷയമെന്ന കപട മുഖപടമണിഞ്ഞ് അദ്ദേഹത്തിനെതിരെയും സഭയ്ക്കെതിരെയും ഇക്കൂട്ടർ രംഗത്തിറങ്ങി. അതാണ് ഈ സഭയുടെ ഇന്നത്തെ അവസ്ഥയ്ക്ക് അടിസ്ഥാന കാരണം. പക്ഷേ കഴിഞ്ഞ 2 വർഷം കൊണ്ട് ഈ സഭ ലോകത്ത് മുമ്പ് ഒരിക്കലും ഒരു ക്രൈസ്തവ പ്രസ്ഥാനങ്ങളിലും സംഭവിക്കാത്ത തരത്തിൽ അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തി. ഈ 2 വർഷങ്ങളിൽ ഇവിടെ സംഭവിച്ച ദുരന്തങ്ങളിലേക്ക് കണ്ണോടിച്ചാൽ അതിൻ്റെ കാരണം ബോധ്യമാവും. മോന്തായം വളഞ്ഞാൽ 64 വളയും എന്ന ചൊല്ല് അക്ഷരാർത്ഥത്തിൽ അനർത്ഥമാക്കുന്നത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു മേജർ ആർച്ച് ബിഷപ്പിനെ തിരഞ്ഞെടുക്കാൻ മെത്രാൻ സംഘം പ്രാർത്ഥനാപൂർവ്വം ഒത്തുകൂടുന്നു. എല്ലാവരും ചേർന്ന് വൻ ഭൂരിപക്ഷത്തോടെ ഒരാളെ തിരഞ്ഞെടുക്കുന്നു. പൈശാചിക ശക്തികളുടെ അഴിഞ്ഞാട്ടമാണ് പിന്നീട് കണ്ടത്. തനിക്ക് നൽകപ്പെട്ട കിരീടം ആ ദുഷ്ടൻ ഒരു പൊട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു. പൊട്ടൻ അതെടുത്ത് ഒരു വട്ടൻ്റെ തലയിൽ വെച്ച് കൊടുക്കുന്നു. അങ്ങനെ പാവനമായ സ്ഥാനങ്ങളിൽ കളങ്കിതരും അനർഹരും അവരോധിക്കപ്പെടുന്നു. ചപല വികാരങ്ങൾ തുറന്നു പറഞ്ഞ് അത് ആസ്വദിച്ച് ആത്മനിർവൃതി അടഞ്ഞ് എന്ന ഇരയുടെ ആരോപണം നേരിടുന്നവൻ, നിരവധിയായ ക്രിമിനൽ നടപടികൾ നേരിടുന്ന ക്രിമിനൽ കുടുംബ പശ്ചാത്തലമുള്ളവൻ, ഇമാതിരി നികൃഷ്ട ജന്മങ്ങൾ അമരത്ത് വന്ന് അന്ന് തുടങ്ങി സഭയുടെ കുത്തനെ കീഴോട്ടുള്ള ഈ തകർച്ച. അടിസ്ഥാന ശിലകൾ ഇളകി തുടങ്ങുകയായിരുന്നു. കരകയറാനാവാത്ത വിധം ഈ സഭ അവഹേളിക്കപ്പെട്ടു. സഭ നിശ്ചയിച്ച കുർബാനക്രമം പ്രാവർത്തികമാക്കാൻ ഫ്രാൻസിസ് പാപ്പ നടത്തിയ അഭ്യർത്ഥനകളും നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒടുവിൽ മുഖാമുഖം നൽകിയ മുന്നറിയിപ്പും ധിക്കരിച്ചുകൊണ്ട് ഇക്കൂട്ടർ അദ്ദേഹത്തിനെതിരെയും തിരിയുകയായിരുന്നു. പ്രതികരിക്കാതെ ഉറക്കം നടിക്കുന്ന വിശ്വാസ സമൂഹം കുറ്റകരമായ അനാസ്ഥ കാണിക്കുന്നു. ഇനിയും ഉണർന്നില്ല എങ്കിൽ ആഗോള സീറോ മലബാർ സഭയുടെ മഹാദുരന്തത്തിൽ ഓരോ വിശ്വാസിയുടെയും പങ്ക് മുദ്രിതമാക്കപ്പെടും. അത് സംഭവിക്കരുത്. സഭയുടെ തലപ്പത്ത് നിന്ന് ഈ ദുരാത്മാക്കളെ നിഷ്കാസനം ചെയ്യണം. അവർ ആ സ്ഥാനങ്ങളിൽ തുടരാൻ പാടില്ല. ഈ സഭയിൽ നിന്ന് തന്നെ പുറത്താക്കപ്പെട്ട സാത്താൻ സന്തതികളാണ് അവർ. സഭയിലെ 34 രൂപതകൾക്കൊപ്പം ഒരേ ബലി അർപ്പിക്കുവാൻ എറണാകുളം രൂപതയ്ക്ക് കഴിയണം. ഇവിടെ നാം പരാജയപ്പെടുകയാണെങ്കിൽ ഈ വിഭാഗീയത ബാക്കി 34 രൂപതകളുടെയും ചീട്ടുകൊട്ടാരം പോലെ തകർത്ത് കളയും. അത് ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി അക്ഷമരായി കാത്തിരിക്കുന്ന മെത്രാന്മാരും വൈദികരും നിരവധിയുണ്ട് ഈ സഭയിൽ. ആത്മശുദ്ധിയും ജീവിത വിശുദ്ധിയും ഇല്ലാത്തവന്മാർ ഈ പൗരസ്ത്യ സഭയുടെ തലപ്പത്തിരിക്കുന്നതാണ് കഴിഞ്ഞ 2 വർഷമായി സഭയുടെയും വിശ്വാസികളും നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ ദുര്യോഗങ്ങൾക്കെല്ലാം ആധാരം. ഈ പശ്ചാത്തലത്തിലാണ് നമ്മുടെ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിൻ്റെ പ്രസക്തി ഏറുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ രാജ്യത്തിൻ്റെയും സഭയുടെ നീതിപീഠങ്ങൾക്ക് മുന്നിലും ആഗോള സഭയുടെയും പൗരസ്ത്യ സഭകൾക്കും വേണ്ടിയുള്ള കാര്യാലയങ്ങൾക്ക് മുന്നിലും ഈ വിഷയങ്ങളിൽ നിവേദനങ്ങളും വ്യവഹാരങ്ങളും ഔദ്യോഗികമായി സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഇവിടെ നടക്കുന്ന എല്ലാ തോന്നിവാസങ്ങളുടെയും നേർക്കാഴ്ചകളും രേഖകളും OCOQ മൂവ്മെൻറ്റിൻ്റെ പ്രതിരോധങ്ങളുമെല്ലാം അപ്പോൾ തന്നെ അവർക്ക് മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. സഭാ ആസ്ഥാനത്തും രൂപത ആസ്ഥാനത്തും ആസ്ഥാന ദേവാലയത്തിനും രൂപതയുടെ കീഴിലുള്ള വിവിധ ദേവാലയങ്ങളിലും സഭാസമിതികൾക്കും മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ പ്രതിഷേധ സമരങ്ങളിലൂടെ തങ്ങൾ പിന്നോട്ടില്ല എന്ന് OCOQ മൂവ്മെൻറ്റ് അർത്ഥശങ്കയ്ക്കിടയില്ലാതെ ഈ മെത്രാൻ വൈദിക അൽമായ കള്ളക്കൂട്ടുകെട്ടിനെ ഇതിനകം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. നമ്മുടെ സമരങ്ങൾ പൂർവാധികം ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്.